രുചികടലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മൾ റെസിപ്പീസ് ഒക്കെ ഉണ്ടാകുന്നത് എല്ലാവരും കാണാറുണ്ടോ, ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗണേശ ചതുർത്ഥി വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേറെ ഒന്നുമല്ല, ലഡു എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അപ്പോൾ ലഡു ആണ്. അപ്പോൾ നമ്മൾ ഈ ലഡു ഉണ്ടാക്കിയിരിക്കുന്നത് കടലമാവ് വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയില്ല. ഇതുപോലെ തന്നെ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ പിന്നെ ഒരു സമയത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണ്. എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് അധികം കുറേ കാര്യങ്ങളൊന്നും എടുക്കാതെ കുറേ പണിയൊന്നും ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഡു ആണ്. അപ്പോൾ ഈ നിങ്ങൾ അളവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് വേഗം ചെന്നിട്ട് കടലമാവ് കൊണ്ട് ലഡു ഉണ്ടാക്കി വരാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കടലമാവ് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. പിന്നെ പഞ്ചസാര, ഇതിപ്പോൾ പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്, അത് 1/2 കപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല, അതിന് വേണ്ടിയിട്ട് ആ പാലിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ടതാണ്, അത് ഒരളവൊന്നുമില്ല, നമുക്ക് ഒരു ആവശ്യത്തിന് എടുക്കുകയാണ്. പിന്നെ നെയ്യ് വേണം, നെയ്യ് ഒരു 1/4 കപ്പോളം വേണം. നമ്മൾ ഒരു നോക്കി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് എടുത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടത്. പാനിലേക്ക് ആദ്യം ഗീ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്യാണ്. ഇപ്പം അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കടലമാവ് ഇടാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം കടലമാവ് മൂത്ത് വരുമ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നെയ്യ് കിടന്നിട്ട് സ്മെല്ലൊക്കെ മാറി വരും. അത്രയും ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ പോരാന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നെയ്യിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്, പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ ഇതും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽപ്പൊടി അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് തണിഞ്ഞിട്ട് നല്ലപോലെ തണിയണ്ട, നമുക്ക് കൈകൊണ്ട് പിടിക്കാനുള്ള ഒരു ആ ഇളം ചൂടിൽ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതായത് ഇതിലിപ്പം കട്ട കെട്ടിയ പോലെ ഉണ്ടല്ലോ, അപ്പം അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഇപ്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കട്ട കെട്ടിയ പോലെയുള്ള അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിൽ പിന്നെ അണ്ടിപ്പരിപ്പും ഉണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇളം ചൂടുണ്ട്, പക്ഷെ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാനുള്ള ഒരു പാകത്തിലാണ്. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഷേപ്പ് ചെയ്യുമ്പോൾ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് കൂടെ ആക്കി കൊടുക്കാം കേട്ടോ. കയ്യിലാക്കിയിട്ട് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. അങ്ങനെ കടലമാവ് കൊണ്ട് നമ്മൾ ലഡു ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് എടുത്തപ്പോൾ ഇത്ര ഒരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അളവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അത് ഇടയ്ക്ക് ഇങ്ങനെ പഞ്ചസാര കൂടി നിന്ന് കടിക്കുമ്പോൾ ഒരു കൽക്കണ്ടത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള ലഡുവാണ്. നമുക്ക് ആഘോഷങ്ങൾക്കെന്ന് മാത്രമല്ല, ഇടയ്ക്കൊരു മധുരം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.